पाठ 2 दादी माँ। कमजोरी ही है अपनी, पर सच तो यह है कि जरा सी कठिनाई पड़ते बेसोम गर्मी, बरसात और वसंत देखने के बाद भी मेरा मन सदा नहीं तो प्रायः अनमना सा हो जाता है। मेरे शुभचिंतक मित्र मुँह पर मुझे प्रसन्न करने के लिए आने वाली छुट्टियों की सूचना देते हैं और पीठ पीछे मुझे कमज़ोर और ज़रा सी प्रतिकूलता से घबराने वाले कहकर मेरे मजाक उड़ाते हैं। मैं सोचता हूँ, अच्छा अब कभी उन बातों को न सोचूंगा। ठीक है, जाने दो, सोचने से होता ही क्या है। पर बस मेरी आँखों के सामने शरद की शीत किरणों के समान स्वच्छ शीतल किसी की ധുന്ധലി ഛായ നാച്ച് ഉടുത്തി ഹെ. ഈ കഥ എഴുതിയത് ശിവപ്രസാദ് സിംഗ് ആണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ കുറച്ച് ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ദാദിമ എന്ന് പറഞ്ഞാൽ അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശി, അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, അതാണല്ലോ അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശി. ലേഖകൻ പറയുന്നു, ഇപ്പോൾ ഞാൻ പ്രായമായിരിക്കുന്നു. ഇത്രയും കാലം കൊണ്ട് കുറേയധികം സുഖവും ദുഃഖവും അനുഭവിച്ചു കഴിഞ്ഞു. എന്നാലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. ആ സമയത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളും അടുത്തു വന്ന് കുറേ സമാധാന വാക്കുകൾ പറയും. പക്ഷേ അവർ മാറി നിന്ന് ധൈര്യമില്ലാത്തവൻ മുതലായ വാക്കുകൾ കൊണ്ട് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇനി മുതൽ ഇവരുടെയൊന്നും വാക്കുകൾ, കപടമായ സമാധാന വാക്കുകൾ കേൾക്കില്ല. അല്ലെങ്കിൽ എന്തിനാണിതൊക്കെ ചിന്തിക്കുന്നത്? അതൊക്കെ ചിന്തിച്ചിരുന്നിട്ട് കാര്യം എന്താണ്? അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ചില മങ്ങിയ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വന്നു മായുന്നത് പോലെ തോന്നി. അടുത്ത പാരഗ്രാഫ്. മുझे लगता है जैसे क्वार के दिन आ गए हैं। मेरे गाँव के चारों ओर पानी ही पानी हिलोरे ले रहा है। दूर के सिवान से बहकर आए हुए मोथा और साई की अधगली घासें, घेवर और बनप्यास की जड़ें तथा नाना प्रकार की बरसाती घासों के बीच सूरज की गर्मी में खेलते हुए पानी में सटकर एक विचित्र गंध छोड़ रहे हैं। रास्तों में कीचड़ सूख गया है और गांवों के लटके किनारों पर झाग भरे जलाशयों में धमाके से कूद रहे हैं। अपने अपने मौसम की अपनी अपनी बातें होती है। आषाढ़ में आम और जामुन न मिले, चिंता नहीं। अगहन में चिवड़ और गुड़ न मिले, दुख नहीं। चैत के दिनों में लाई के साथ गुड़ की पट्टी न मिले, अफसोस नहीं। पर क्वार के दिनों में इस गंधपूर्ण झाग भरे जल में कूदना न हो तो बड़ा बुरा मालूम होता है। मैं भीतर हुडक रहा था तो एक दिन ही तो कूद सका था, नहा धोकर बीमार हो गया। हल्की बीमारी न जाने क्यों मुझे अच्छी लगती है। थोड़ा थोड़ा ज्वर हो, सर में साधारण दर्द और खाने के लिए दिन भर नींबू और साबु। लेकिन इस बार ऐसी चीज़ नहीं थी। ज्वर जो चढ़ा तो चढ़ता ही गया, रसाई पर रसाई, और उतरा रात 12 बजे के बाद. അർത്ഥം, ലേഖകൻ തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇവിടെ. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന ദുർഗന്ധമുള്ള മലിനജലത്തിൽ കളിക്കുക പതിവായിരുന്നു. ഇവിടെ ക്വാർ കെ മഹീന എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അശ്വിന മാസമാണ്. അതായത് മഴക്കാലം കഴിഞ്ഞ് ഏകദേശം ഒക്ടോബർ മാസക്കാലം ആണ് ഈ ക്വാർ കെ ദിൻ. അപ്പോൾ മഴ പെയ്ത് അവിടെ പലയിടത്തും ഇങ്ങനെ ജലം കെട്ടിക്കിടന്ന് അതിനൊരു സ്മെല്ലുണ്ടാവും. മലിനജലമായിരിക്കും അത്. അങ്ങനെ ആ മലിനജലത്തിൽ കളിക്കുന്നതുകൊണ്ട് പനി വരിക പതിവായിരുന്നു. പക്ഷേ ലേഖകൻ അങ്ങനെ കളിക്കുന്നത്
ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ സീസണിലും ഓരോ പ്രത്യേകതകളുണ്ടെങ്കിലും ഈ സീസൺ ലേഖകന് പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ പനി വരുന്നത് ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി ആ സമയത്ത് നന്നായി നോക്കുമായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം അദ്ദേഹം പറയുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത്, നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അടുത്ത് തന്നെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ സമയം പനി വരുന്നത് ലേഖകന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത്തവണ പനി വന്നപ്പോൾ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായിരുന്നു ലേഖകനുണ്ടായത്. തേർഡ് പാരഗ്രാഫ്. दिन में मैं चादर लपेटे सोया था. दादिमा आई, शायद नहाकर आई थी उसी झाग वाले जल में. पतले दुबले स्नेहसने शरीर पर सफ़ेद किनारीहीन धोती, सन से सफ़ेद बालों के सिरों पर सद्या टपके हुए जल की शीतलता. आते ही उन्होंने सर पेट छुए, आंचल की गाढ़ खोल किसी अदृश्य शक्तिधारी के चबूतरे की मिट्टी मुँह में डाली, माथे पर लगाई. दिन रात चारपाई के पास बैठी रहती. कभी पंखा झलती, कभी जलते हुए हाथ पैर कपड़े से सहलाती. सर पर दालचीनी का लेप करती और 20 बार छू छू कर ज्वर का अनुमान करती. हाड़ी में पानी आया कि नहीं, उसे पीपल की छाल से जाऊंगा कि नहीं, खिचड़ी में मूंग की दाल एकदम मिल तो गई है, कोई बीमार के घर में सीधे बाहर से आकर तो नहीं चला गया है. आदि लाखों प्रश्नों पूछ पूछ कर घर वालों को परेशान कर देती. അങ്ങനെ പനി പിടിച്ച് പുതപ്പിനുള്ളിൽ തന്നെ കിടക്കുന്ന സമയത്ത് തൻ്റെ ദാദിമ മുത്തശ്ശി വന്നിട്ട് അദൃശ്യ ശക്തിയുള്ള ഒരു മരുന്ന്, പൊടി രൂപത്തിലുള്ള ഒരു മരുന്ന് തൻ്റെ നെറ്റിയിൽ പുരട്ടിത്തന്നു. എന്നിട്ട് ദാദിമ തൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് പനി കുറഞ്ഞോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ തൊട്ട് നോക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ മരുന്ന് പുരട്ടി കൊടുക്കുമായിരുന്നു. അതിനിടയിൽ വീട്ടിലെ ജോലിക്കാർ അവരുടെ ജോലികൾ നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. दादिमा को गंवई गाँव की 50 किस्म की दवाओं के नाम याद थे. गाँव में कोई बीमार होता उसके पास पहुँचती और वहाँ भी वही काम, हाथ छूने, माथा छूने, पेट छूने. फिर भूत से लेकर मलेरिया, सरसाम, निमोनिया तक का अनुमान विश्वास के साथ सुनाती. महामारी और विशूचिका के दिनों में रोज़ सवेरे उठकर स्नान के बाद लवंग और गुड़ मिश्रित जलधार, गुंगल और धूप. सफाई कोई उनसे सीख ले. दवा में देर होती, मिश्री या शहद ख़त्म हो जाता, चादर या गिलाफ नहीं बदले जाते तो वे जैसे पागल हो जाती. बुखार तो मुझे अब भी आता है, नौकर पानी दे जाता है. मैस महाराज अपने मन से पकाकर खिचड़ी या साबू, डॉक्टर साहब आकर नाड़ी देख जाते हैं और कुनैन मिक्सचर की शीशी की तितई के डर से बुखार भाग भी जाता है, पर न जाने क्यों ऐसा बुखार को बुलाने का जी नहीं होता. അങ്ങനെ പനി വന്ന് പുതപ്പിനുള്ളിൽ തന്നെ വയ്യാതെ കിടക്കുന്ന സമയത്ത് തൻ്റെ ദാദിമ അടുത്ത് വന്ന് തൻ്റെ കയ്യിൽ നിന്ന് ഒരു അദൃശ്യ ശക്തിയുള്ള ഒരു പൊടി രൂപത്തിലുള്ള ഒരു മരുന്നെടുത്ത് തൻ്റെ നെറ്റിയിൽ പുരട്ടിത്തന്നു. ദാദിമ പിന്നീട് അടുത്ത് തന്നെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദാദിമയ്ക്ക് കുറേ മരുന്നുകളെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഗങ്ങൾ കണ്ടുപിടിക്കാനും സമർത്ഥയായിരുന്നു. കൈകളിലും നെഞ്ചിലും വയറിലും ഒക്കെ തൊട്ട് നോക്കി എന്താണ് രോഗം എന്ന് ദാദിമ കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള പല ആൾക്കാരും ദാദിമയെ കാണാൻ വരുമായിരുന്നു, അസുഖം എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് അവർക്കുള്ള മരുന്നും ദാദിമ കൊടുത്തിരുന്നു. അങ്ങനെ ദാദിമ ലേഖകനെ നന്നായി പരിപാലിച്ചിരുന്നു.
ആ സമയത്ത്, കുട്ടിക്കാലത്ത് പനി വന്നിരിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ലേഖകന് പനി വരുന്നത് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഇപ്പോൾ പനി വന്നാൽ വീട്ടിലെ സെർവൻസ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ആരും ശ്രദ്ധിക്കാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പനി വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഡോക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന മരുന്ന് കുപ്പി കാണുമ്പോൾ തന്നെ ഇപ്പോൾ പനി ഇല്ലാതാകും എന്നാണ് ലേഖകൻ പറയുന്നത്. അടുത്ത പാരഗ്രാഫ്. किशन भैया की शादी ठीक हुई। दादी माँ के उत्साह और आनंद का क्या कहना। दिन भर गायब रहती। सारा घर जैसे उन्होंने सर पर उठा लिया हो। पड़ोसिनों आती, बहुत बुलाने पर दादी माँ आती। बहन बुरा न मानना, कार परोजन का घर ठहरा। एक काम अपने हाथ से न करो तो होने वाला नहीं। जानने को योम सभी जानते थे कि दादी माँ कुछ करती नहीं, पर किसी काम में उनकी अनुपस्थिति वस्तुतः विलंब का कारण बन जाती। उन्हीं दिनों की बात है। एक दिन दोपहर को मैं घर लौटा। बाहरी निकसार में दादी माँ किसी पर बिगड़ रही थी। देखा, पास के कोने में दुबकी रामी की चाची खड़ी है। सो न होगा धनो, रुपए मैं सूद के आज दे दे। तेरी आंख में तो शर्म है नहीं। मांगने के समय कैसी आई थी। पैरों पर नाक रगड़ती फिरी। किसी ने एक पाई भी न दी। अब लगी है आजकल करने फसल में दूंगी। अब क्या तेरी खातिर दूसरी फसल कटेंगी। दूंगी मालकिन, रामी की चाची रोती हुई दोनों हाथों से आंचल पकड़े दादी माँ के पैरों को और झुकी। बिटिया की शादी है, आप न दया करेंगे तो उस बेचारी का निस्तार कैसे होगा। हट हट, अभी नहा के आ रही हूँ। दादी माँ पीछे हट गई। जाने दो दादी, मैंने इस अप्रिय प्रसंग को हटाने की गरज से कहा। बेचारा गरीब है, दे देगी कभी। चला है समझाने। मैं चुपके से आंगन की ओर चला गया। कई दिन बीत गए, मैं इस प्रसंग को एकदम भूल सा गया। एक दिन रास्ते में रामी की चाची मिली। वह दादी को पूतों फलों दूधों नहावो का आशीर्वाद दे रही थी। मैंने पूछा, क्या बात है धन्नो चाची। तो उसने विह्वल होकर कहा, उरिन हो गई बेटा, भगवान भला करे हमारी मालकिन का। कल ही आई थी, पीछे का सभी रुपया छोड़ दिया, ऊपर से 10 रुपये का नोट देकर बोली, देखना धनो, जैसी तेरी बेटी वैसी मेरी। 10-5 के लिए हंसाई न हो, देवता है बेटा, देवता। उस रोज़ तो बहुत डांट रही थी। मैंने पूछा, वह तो बड़े लोगों का काम है बाबू, रुपया देकर डांट भी न तो लाभ क्या। मैं मन ही मन इस तर्क पर हंसता हुआ आगे बढ़ गया. കിഷൻ ഭയ്യയുടെ വിവാഹത്തിൻ്റെ തിരക്കിലായിരുന്നു വീട്ടിലെല്ലാവരും. ഒരു ഉച്ച സമയത്ത് ദാദിമ രാമിയുടെ ചാച്ചിയെ വഴക്കു പറയുകയായിരുന്നു. കാരണം ദാദിമയുടെ കയ്യിൽ നിന്നും വാങ്ങിയ രൂപ തിരിച്ചു കൊടുക്കാതെ വീണ്ടും രൂപ ആവശ്യപ്പെട്ട് ദാദിമയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. തൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് തിരിച്ചു നൽകാമെന്ന് ചാച്ചി പറഞ്ഞു. പക്ഷേ ദാദിമ ഒട്ടും സമ്മതിക്കാതെ തരില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. ലേഖകനും ദാദിമയോട് പറഞ്ഞു, സാരമില്ല, പാവമല്ലേ, പൈസ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദാദിമ അദ്ദേഹത്തെയും വഴക്ക് പറഞ്ഞു. ഇത് ലേഖകൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ലേഖകൻ അറിഞ്ഞു ദാദിമ പഴയ കടം തിരിച്ചു വാങ്ങാതെ തന്നെ ചാച്ചിയുടെ മകളുടെ വിവാഹത്തിന് വീണ്ടും രൂപ കൊടുത്തു എന്ന്. ഇവിടെ ദാദിമയുടെ മഹത്വത്തെക്കുറിച്ച് ആണ് ലേഖകൻ ഓർക്കുന്നത്. किशन के विवाह के दिनों के बात है. विवाह के 4-5 रोज़ पहले से ही औरतों रात भर गीत गाती है. विवाह की रात को अभिनय भी होता है. वह प्रायः एक ही कथा का हुआ करता है.
उसमें विवाह से लेकर पुत्रोत्पत्ति तक के सभी दृश्य दिखाए जाते हैं। सभी पाठ औरतों ही करती है। मैं बीमार होने के कारण बारात में न जा सका। मेरा भाई राघव दालान में सो रहा था। वह भी बारात जाने के बाद पहुंचा था। औरतों ने उस पर आपत्ति की है। दादी माँ बिगड़ी। लड़के से क्या पर्दा, लड़के और ब्रह्मा का मन एक सा होता है. ലേഖകൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കിഷൻ ഭയ്യയുടെ വിവാഹമായിരുന്നു. ലേഖകന് ആ സമയം നല്ല പനിയായിരിക്കുകയായിരുന്നു. താൻ വിവാഹത്തിന് പോകാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ദാദിമ ലേഖകൻ്റെ അടുത്ത് തന്നെ പായയിൽ ഇരുന്നു. അദ്ദേഹത്തെ ഉറക്കിക്കൊണ്ടിരുന്നു. അവിടെയുള്ള സ്ത്രീകളെല്ലാം വിവാഹത്തിൻ്റെ ആഘോഷങ്ങളിലായിരുന്നു. ലേഖകൻ്റെ മാമൻ്റെ മകൻ മകനെ അവിടെ കണ്ടിട്ട് ആ സ്ത്രീകൾ അവനെ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. കാരണം ഇത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ്. അവിടെ ആ സ്ത്രീകൾ അവിടെ ഓരോ നാടകങ്ങളും ഡാൻസും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണുങ്ങളാരും അവിടെ പാടില്ല എന്ന് സ്ത്രീകൾ പറഞ്ഞു. അപ്പോൾ ദാദിമ പറഞ്ഞു, കുട്ടികൾ ദൈവത്തിന് തുല്യമാണ്, അവൻ അവിടെ ഇരുന്നാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. मुझे भी पास ही एक चारपाई पर चादर उठाकर दादी माँ ने चुपके से सुला दिया था. बड़ी हंसी आ रही थी. सोचा कहीं जोर से हंस दूं, भेद खुल जाए तो निकाल बाहर किया जाऊंगा. पर भाभी की बात पर हंसी रुक न सकी और फटाफट हो गया. देबू की माँ ने चादर खींच ली. कहो दादी, यह कौन बच्चा सोया है? बेचारा रोता है शायद, दूध तो पिला दूं. हाथापाई शुरू हुई. दादी माँ बिगड़ी. लड़के से क्यों लगती है? सुबह रास्ते में देबू की माँ मिली. कल वाला बच्चा भाभी. मैं वहाँ से जोर से भागा और दादी माँ के पास जा खड़ा हुआ. वसुधा किसी प्रकार का अपराध हो जाने पर जब हम दादी माँ की छाया में खड़े हो जाते, अभयदान मिल जाता. ഒരു കട്ടിലിൽ പുതപ്പിനുള്ളിൽ ഞാൻ കിടക്കുകയായിരുന്നു. ദാദിമ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ ഉറക്കുകയായിരുന്നു. ദാദിമ സ്ത്രീകളെ വഴക്ക് പറയുന്നത് കേട്ടിട്ട് അതോർത്തെനിക്ക് ചിരി വന്നു. ചിരി അടക്കി പിടിക്കാൻ പറ്റിയില്ല. ആ ചിരി ആ സ്ത്രീകൾ, അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ കണ്ടു. അവർ എന്നെ കളിയാക്കി. അപ്പോൾ ദാദിമ അവരെ വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസം ആ സ്ത്രീകളെ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി ദാദിമയുടെ പിറകിൽ ഒളിച്ചു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മറ്റുള്ളവരുടെ വഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദാദിമയുടെ പിറകിൽ ഒളിക്കുക ഒരു പതിവായിരുന്നു. അപ്പോൾ ദാദിമ എന്നെ രക്ഷിക്കും എന്ന ഉറപ്പുണ്ട്. स्नेह और ममता की मूर्ति दादी माँ की एक एक बात आज कैसी कैसी मालूम होती है. परिस्थितियों का वाद्य चक्र जीवन को सूखे पत्ते सा कैसा नचाता है, इसे दादी माँ खूब जानती थी. दादा की मृत्यु के बाद से ही वे बहुत उदास रहती. संसार उन्हें धोखे की टट्टी मालूम होता. दादा ने उन्हें स्वयं जो धोखा दिया, वे सदा उन्हें आगे भेजकर अपने पीछे जाने की झूठी बात कहा करते थे. दादा की मृत्यु के बाद कुकुरमुत्ते की तरह बटने वाले मुँह में राम बगल में छुरी वाले दोस्तों की शुभचिंता ने स्थिति और भी डांवाडोल कर दी. दादा के श्राद्ध में दादी माँ के मना करने पर भी पिताजी ने जो अदुल सम्मति वे की, वह घर की तो थी नहीं. ദാദിമ തൻ്റെ ജീവിതത്തിൽ നിറയെ സുഖദുഃഖങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അനുഭവിച്ചിട്ടുമുണ്ട്. ദാദായുടെ, അതായത് അപ്പൂപ്പൻ്റെ മരണത്തോടെ ദാദിമ വളരെ ദുഃഖിതയായി. വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. അപ്പൂപ്പൻ്റെ, അതായത് ദാദാജിയുടെ ശ്രാദ്ധ ദിനം വന്നു. ദാദിമ എതിർത്തിട്ടും ലേഖകൻ്റെ അച്ഛൻ, അതായത് ദാദിമയുടെ മകൻ ശ്രാദ്ധം
ശ്രാദ്ധത്തിന് വേണ്ടി, അതായത് ബലികർമ്മത്തിന് വേണ്ടി വളരെയധികം രൂപ ചെലവ് ചെയ്തു. അങ്ങനെ വീണ്ടും ആ വീടിൻ്റെ സാമ്പത്തിക നില തകർന്നു, കടത്തിലായി മാറി. दादी माँ अक्सर उदास रही करती। माघ के दिन थे, कड़ाके का जाड़ा पड़ रहा था। पछुआ का सन्नाटा और पाले की शीत हड्डियों में घुसी पड़ती। शाम को मैंने देखा दादी माँ गीली धोती पहने कोने वाले घर में एक संदूक पर दिया जलाए हाथ जोड़कर बैठे हैं। उनकी स्नेह कातर आँखों में मैंने आंसू कभी नहीं देखे थे। मैं बहुत देर तक मन मारे उनके पास बैठा रहा। उन्होंने आंखें खोली। दादी माँ, मैंने धीरे से कहा, क्या है रे, तू यहाँ क्यों बैठा है? दादी माँ, एक बात पूछूं, बताओगी ना? मैंने उनकी स्नेहपूर्ण आँखों की ओर देखा. തണുപ്പുള്ള ഒരു കാലത്ത് ഒരു ദിവസം ദാദിമ്മ നനഞ്ഞ തോർത്ത് ധരിച്ച മുറിയിൽ വിളക്ക് കൊളുത്തുകയായിരുന്നു. അതായത് കുളി കഴിഞ്ഞിട്ട് ഈറിനോടെ നനഞ്ഞ വസ്ത്രത്തോടെ വിളക്ക് കൊളുത്തുകയായിരുന്നു. ലേഖകൻ ദാദിമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. ദാദിമ്മ അപ്പോൾ കരയുകയായിരുന്നു. ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. ക്യാ ഹേ പൂച്ച്, തും रोती थी? दादीमा मुस्कुराए. पागल, तूने अभी खाना भी नहीं खाया ना? चल चल, धोती तो बदल लो. दादीमा, मैंने कहा. मुझे सर्दी गर्मी नहीं लगती बेटा. वे मुझे खींचती रसोई में ले गई. सुबह मैंने देखा चारपाई पर बैठे पिताजी और किशन भैया मन मारे कुछ सोच रहे हैं. दूसरा चारा ही क्या है? बाबू बोले. रुपया कोई देता नहीं, कितने के तो अभी पिछले भी बाकी है. वे रोने रोने से हो गई. रोता क्यों है रे? दादी माँ ने उनका माथा सहलाते हुए कहा. मैं तो अभी हूँ ही. उन्होंने संदूक खोलकर एक चमकती सी चीज़ निकाली. तेरे दादा ने यह कंगन मुझे इसी दिन के लिए पहनाया था. उनका गला फर गया. मैंने इसे पहना नहीं, इसे सहेज कर रहती आई हूँ. यह उनके वंश की निशानी है. उन्होंने आंसू पोंछकर कहा. पुराने लोग आगा पीछा सब सोच लेते थे बेटा. सचमुच मुझे दादी माँ शापभ्रष्ट देवी सी लगी. धुंधली छाया विलीन हो गई. मैंने देखा दिन काफ़ी चढ़ आया है. पास के लंबे खजूर के पेड़ से उठकर एक कौवा अपनी घिनौनी काली पंखें फैलाकर मेरी खिड़की पर बैठ गया. हाथ में अब भी किशन भैया का पत्र काम रहा है. काली चींटियों सी कतारें धूमिल हो रही है. आंखों पर विश्वास नहीं होता. मन बार बार अपने से ही पूछ बैठता है, क्या സച്ച്മുച്ച് ദാദിമാ നഹി രഹി? പിറ്റേ ദിവസം അച്ഛനും കിഷൻ ഭയ്യയും കൂടി എന്തോ ദുഃഖത്തോടെ ചിന്തിച്ചിരിക്കുന്നത് കണ്ടു. കാരണം ഇതായിരുന്നു, അവർക്ക് കടം വീട്ടാൻ ഒരു വഴിയും കണ്ടിരുന്നില്ല. ശ്രാദ്ധത്തിനും മറ്റും വേണ്ടി കുറേ ചിലവാക്കിയതൊട്ട് കടമുണ്ടായി. ആ കടം വീട്ടാൻ ഒരു വഴിയും കണ്ടിരുന്നില്ല. അപ്പോൾ ദാദിമ അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വർണ്ണവള ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്, ഇതുകൊണ്ട് കടം വീട്ടു എന്ന് ദാദിമ പറഞ്ഞു. അങ്ങനെ ദാദിമയെക്കുറിച്ച് ഇത് ചിന്തിച്ചപ്പോൾ ലേഖകന് തോന്നി, ഇത് ദേവിയുടെ അവതാരം തന്നെയാണ് ദാദിമ എന്ന് ലേഖകന് തോന്നി. ലേഖകൻ്റെ കയ്യിൽ കിഷൻ ഭയ്യയുടെ ആ ലെറ്റർ കത്തിരിപ്പുണ്ട്. അതിനകത്ത് ദാദിമ മരിച്ച വിവരമായിരുന്നു അതിനകത്തുള്ളത്. അത് കണ്ടപ്പോഴാണ് ലേഖകൻ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയത്.